ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വീട്ടു വിശേഷങ്ങളാവാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. മോന് സ്കൂളിലേക്ക് പോയതിന് ശേഷമാണ് കേട്ടോ ഷൂട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു ഐഡിയ ഇങ്ങനെ തോന്നിയത്, നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ. അപ്പോൾ അതാ ഇങ്ങനെ നമ്മുടെ ബാക്കാണ്, വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയൊക്കെ ഭയങ്കര ഞാൻ ആ ഒരു കുമ്പളങ്ങയുടെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെടിയും അതും ഇതൊക്കെ പിടിച്ചിട്ട് കിടക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി, അപ്പോൾ അതൊന്ന് കാണിച്ചാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് പുതിന, നമ്മുടെ കാന്താരി, ചീനിമുളക് ഒക്കെ ഇതാ കാന്താരിയൊക്കെ റെഡ് കളറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. കാന്താരി പിന്നെ ചീനിമുളകും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറച്ചെടുത്ത് വലിച്ച് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വിനീഗറൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചോറ് ഇത് അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മോന് രാവിലെ ദോശയാണ് കൊടുത്തയച്ചത്. അതുകൊണ്ട് ഞാൻ ചോറ് വൈകിയാണ് വെച്ചത്. 10-11 മണിയാകുമ്പോഴാണ് കേട്ടോ ചോറ് അടുപ്പത്ത് വെച്ചത്. അപ്പോൾ പിന്നെ ഇതാ ചോറ് അടുപ്പിലാവുന്നുണ്ട്. ഇതിനിടയിൽ ഞാനൊരു പരിപ്പിച്ചാറ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു മാങ്ങ ഇട്ടിട്ട് ചാറ് വെക്കാമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ അത് തേങ്ങ പൊതിച്ചിട്ടും കിട്ടുന്നില്ല. വല്ലാത്തൊരവസ്ഥ ഉണ്ടോ. എനിക്ക് ഈ തേങ്ങ പൊതിക്കാൻ, ഇങ്ങനെ കയ്യിൽ പിടിച്ച് പൊതിക്കാൻ ഭയങ്കര പേടിയാണ്. ആയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാമെന്നറിയോ, ഈ അടുക്കളേൻ്റെ തിട്ടിൽ ഇങ്ങനെ ഒരു തുണി അരിച്ച് അതിൽ വെച്ചിട്ട് രണ്ട് കൊത്തുകൊത്തലാട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്നറിയില്ല, എന്നാന്ന് തോന്നുന്നു തേങ്ങ ഒരു വൃത്തിക്ക് ഉടഞ്ഞു വന്നിരിക്കുന്നത് സത്യമായിട്ടും. അപ്പോൾ ആ തേങ്ങ വെള്ളവും കൂടി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാനിതാ, ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ പൊടി പിടിച്ചും ഒക്കെ കിടക്കലായിരുന്നു, ആൾ പെരുമാറാതെ. പിന്നെ ഞാൻ അതൊക്കെ അങ്ങോട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നോമ്പല്ലേ വീരിന്, അപ്പം നനച്ച് കുളി എന്നൊരു നിലയ്ക്ക് ഞാനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പം തേങ്ങ ചുരകിയിട്ട് നമുക്ക് പരിപ്പിച്ചാട്ട് ഇട്ട് ഒഴിക്കാം. അപ്പം ഞാൻ അതിലേക്ക് മാങ്ങാ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതാ ചോറായിട്ടുണ്ട്, ആയി വരുന്നിട്ടുണ്ട്. അപ്പോൾ അത് മെല്ലെ നമുക്കൊന്ന് വറ്റിയെടുക്കാം, ഊറ്റിയെടുക്കാം. അടുപ്പിലാണ് ചോറ് വെക്കലിട്ട്. അപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ അടുപ്പിലാണ് വെക്കൽ. ആദ്യം ഗ്യാസിലായിരുന്നു, ഇപ്പോൾ കുറച്ച് അടുപ്പിലായിട്ടോ വെക്കൽ. അപ്പോൾ ഞാനിതാ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ ടാസ്ക് പറഞ്ഞാൽ എനിക്ക് ചോറ് ഊറ്റിയിടുന്നതാണ്. കാരണം ഏറ്റവും വലിയ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഭയങ്കര പാടാണ് ഊറ്റിയെടുക്കാൻ. കൈമേത്ത് കൂടെ പോവുമെന്നൊക്കെ ഒരു പേടി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മെല്ലെ അങ്ങോട്ട് ഇട്ടിട്ടൊക്കെ എന്തൊക്കെയോ കാട്ടി അങ്ങോട്ട് ഊറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ലാസ്റ്റിക്ക് കൈക്കൂടെയൊക്കെ പോയി പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ കൈയും കാലൊക്കെ മുറിയുന്നെന്ന് എല്ലാവരും പറയും. സാരില്ല, പറയട്ടെ. അപ്പോൾ ഞാനിത് അവിടെ തേങ്ങ ചുരകി എടുത്തത് ഞാനിത് അരയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾക്ക് അരച്ചിട്ട് പരിപ്പിച്ചാറ്റിൽ ചേർത്തി കൊടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരിക്കണത്. മാങ്ങ വലിയ പുളിപ്പൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചപ്പോൾ ആ സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന നേരത്തിന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നീട് കഴിച്ചപ്പോൾ സത്യാവസ്ഥ അത് മനസ്സിലായി. അല്ല പൂളക്കിഴങ്ങ് ഉണ്ടാവില്ല, ഉരുളക്കിഴങ്ങ് കിടക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. വലിയ പുളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡില്ലേ, അതിൽ കുറച്ച് മസാല അല്ല മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് എണ്ണയും വെള്ളമൊക്കെ കലത്തിങ്ങണ്ട് അതിൽ ഒഴിച്ചിട്ട് മേത്ത് കൂടെ അങ്ങനെ ഒഴിച്ചിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഒരു സാധനം. അപ്പോൾ എനിക്ക് അതിൽ മാങ്ങ മാത്രമേ കിട്ടിയുള്ളൂ, ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതങ്ങോട്ട് കഴിച്ച് നോക്കി, എന്ത് ടേസ്റ്റ്. സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതി. ബട്ട് അതൊന്നും കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കെ, മാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാനും ഈ പണിയെടുക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ ചാറാവുന്ന അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ട്രൈ ആക്കി നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ പരിപ്പിച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കഷ്ണം വെന്താ നോക്കണത് ഇട്ട് കുത്തിയിട്ടാണ് കേട്ടോ, കത്തിയെടുത്ത് കുത്തിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ ഒഴിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ പരിപ്പിച്ചാറ്റിൽ. അപ്പോൾ പരിപ്പിച്ചാറ്റിൽ മാങ്ങയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ആക്കിയതാണ്. മാങ്ങാണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എനിക്കാണ് കേട്ടോ സ്പെഷ്യൽ. മാങ്ങാണ്ടിയൊക്കെ ഞാൻ എടുത്ത് കഴിച്ച്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പരിപ്പിച്ചിൽ നമ്മൾ തേങ്ങ ഒഴിച്ച് അത് തിളയ്ക്കാൻ വെച്ച് പിന്നെ നമുക്ക് അടുക്കളത്തിട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം അതും പണിയൊക്കെ തീർന്നു. അപ്പോൾ നമുക്ക് അടുപ്പത്തിട്ടൊക്കെ എടുത്ത് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ താളിക്കാനായിട്ട് നമ്മൾ പരിപ്പിച്ചാറ് താളിക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്ത് കുത്തുന്നുണ്ട് കേട്ടോ. ചതച്ചിട്ടാണ് വെറുതെ ഒന്നിങ്ങനെ കുത്തിയിടുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ഒരു ചെറിയുള്ളി ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ അങ്ങനെ താളിക്കുമ്പോൾ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ താളിക്കില്ല. അപ്പോൾ കടുക് മാത്രം ഇട്ട് താളിക്കുന്നതിന് പകരം ഇത് ഇട്ട് കുത്തിയിട്ട് അങ്ങനെ താളിക്കുന്നു മാത്രം കേട്ടോ. അപ്പോൾ ആ താളിപ്പും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പണിയുണ്ട്. അടിക്കൽ, വാരൽ, തിരുമ്പൽ പറഞ്ഞ പോലെ ഉരുപ്പെട്ട പണി ഇനിയും പെൻഡിങ് ആണ്. കാരണം രാവിലെ മോന് പറഞ്ഞയക്കുമ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പണി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ പിന്നെ നിന്നു പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവും എല്ലാം ചെയ്യാൻ. ഭയങ്കര ലേറ്റ് ആവും. ഇനി നമ്മൾ വീഡിയോ നോക്കി അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെ ആ പരിപാടി തീർന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ നിന്ന് വിശ്രമിക്കാം, കുറച്ച് വീഡിയോസ് എടുക്കാം. അതിന് ശേഷം
പിന്നെയാണ് നമുക്ക് അടിച്ചു വാരൽ തുടങ്ങേണ്ടത് കേട്ടോ. അടിച്ചു വാരണതാണ് മെയിൻ ടാസ്ക്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കാറ്റാണ്. കാറ്റായത് കൊണ്ട് നമുക്ക് അടിച്ചാലും അവിടെ നിന്ന് വീണ്ടും പൊടികൾ പാറിക്കൊണ്ട് ഇരുന്നത് കൊണ്ട് അടിച്ചാൽ പോവത്തേ ഇല്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാറ്റ് കാലം. നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ പൊടികൾ പാറിക്കൊണ്ടേ ഇരിക്കലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ മോനെ പറഞ്ഞയക്കുന്ന തിരക്കിൽ നമ്മൾ ആദ്യം ഒന്നും ചെയ്യില്ല. എണീച്ച് അപ്പോൾ അവിടെ അങ്ങനെ പോയി അവനിക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കലായിരുന്നു. അപ്പോൾ പിന്നെ അതാ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് അതൊന്ന് റെഡിയാക്കിയ ശേഷം പിന്നെ നമുക്ക് അടിച്ചു വരൽ ഡ്യൂട്ടി തുടങ്ങാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കിടന്ന് കളിക്കണം, അവങ്ങളെ അതിൽ കിടന്ന് മറിയുന്നത് കൊണ്ട് അങ്ങനെ നീങ്ങി പോകലാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ്. അപ്പോൾ നമുക്കതൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് റൂമൊന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അടിച്ചു വരുന്ന ഡ്യൂട്ടിയിലേക്ക് നമുക്ക് മെല്ലെ പോവാം കേട്ടോ. അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മടക്കി വെച്ചതിന് ശേഷമാണ് നമുക്ക് അടിച്ചു വാരൽ നടക്കുന്നത് കേട്ടോ. പിന്നെ തീരുമാനമുള്ളതും തിരുമ്പിയത് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വേർതിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. വേർതിരിച്ച് വെച്ചതിന് ശേഷമാണ് ആദ്യം റൂമൊന്നും നല്ലപോലെ തട്ടി ക്ലീൻ ആക്കുക, എന്നിട്ടാണ് നമ്മുടെ അടിക്കൽ പരിപാടി തുടങ്ങുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ ഡേ മൈ ലൈഫ് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഡേ മൈ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. കാരണം ഞാൻ വെറുതെ നമുക്ക് ഇതന്നെ ഇടുമ്പോൾ കാണുന്നവർക്ക് ഒരു മടുപ്പാണ്, എനിക്കൊരു മടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം ഈ വീഡിയോസൊന്നും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ എന്താ, കുറേ ഷോർട്ട് ഇടുമ്പോഴാണ് നമുക്ക് പിന്നെയും വ്യൂവേഴ്സ് കൂടുന്നത്, അതേപോലെ സബ്സ്ക്രൈബറും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഒരു 2026 തുടക്കം, കാരണം അങ്ങനെയല്ല, ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായി എങ്കിലും വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇനി എന്നാലും ഒരു പ്രതീക്ഷ കൈവിടാതെ എന്താ പറയുക, ഒരു ചൊല്ലുണ്ടല്ലോ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാനില്ല, അങ്ങനത്തെ ഒരു ചൊല്ല്. ആ ഒരു രീതിക്ക് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു രീതിക്ക് അങ്ങനെ പോവുകയാണ് കേട്ടോ. അതാണ് സത്യം. വീഡിയോ അപ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂട്ടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ലാസ്റ്റ് വരെയും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് കളയരുത്. അതും ഞാൻ ഓവർ ലോങ് ആക്കിയിട്ടല്ല, കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടാണ് ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാം. പിന്നെ അതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. ഈ കിടക്കുന്നതൊക്കെ ഉമ്മാൻ്റെ സാരിയാണ്. കാറ്റ് കാരണം ഇട്ട തുണികളൊന്നും നേരെ കിടക്കാറില്ല, ഇങ്ങനെ തലകീഴായിട്ടൊക്കെ കിടത്താം. നമ്മൾ അടിച്ചിട്ടും വലിയൊരു കാര്യമൊന്നുമില്ല, ഭയങ്കര കാറ്റ് പറഞ്ഞാൽ ഭയങ്കര കാര്യം കണ്ടോ. ഈ സാരിയൊക്കെ പറക്കണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വല്ല ഞാൻ ഹിമാലയത്തിന് മുകളിലൊക്കെ പോയി നിൽക്കണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടുത്തെ കാറ്റ്. ഇപ്പോൾ ഇത് മാക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ അടങ്ങി നിൽക്കുക, വല്ല ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി അങ്ങോട്ട് പോയി കളയുക. അതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് അത് അമ്മേൻ്റെ സാരിയൊക്കെ മെല്ലെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഉമ്മട്ട രീതിയിലല്ല ഇപ്പോൾ കിടക്കുന്നത് സാരി, എവിടേക്കൊക്കെയോ പോയിട്ടാണ് കിടക്കുന്നത് കണ്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് കാറ്റിൻ്റെ പ്രകൃതമാണെന്ന്. അപ്പോൾ ഞാനത് അമ്മേൻ്റെ സാരിയും ഡ്രസ്സും ഒക്കെ മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ കുട്ടീൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കുറച്ച് നമുക്ക് ഇനി നമ്മുടെ ഡ്യൂട്ടി അലക്കലാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അലക്കിയ തുണികളൊക്കെ എടുത്ത് വിരിക്കലാണ് ഇനി പരിപാടി കേട്ടോ. അതിൻ്റെ ഇടയിൽ അലക്കലുണ്ട്. അലക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ അലക്കണതൊക്കെ പോസ്റ്റ് ചെയ്യുക, അതായത് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിന് മുമ്പത്ത് തന്നെ പാടം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര കാറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഭയങ്കരമായി കാറ്റ് പറഞ്ഞാൽ ഭയങ്കരമായി കാറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ, അതൊക്കെ പറക്കണം കണ്ടോ, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ അലക്കണ പരിപാടിയിലോട്ട് പോയിരിക്കണം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെയും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടവരും എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാമെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ മാത്രം പറയുകയാണ് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്, കാണുന്നവരെന്നെ ഒന്നും പറയരുത്. അപ്പം ഇത് നമ്മൾ ഈ അലക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചത് മോനെ ലഞ്ച് കൊണ്ടുപോകുന്ന കർച്ചീപ്പാണ് കേട്ടോ. അത് കൊണ്ടുപോയ പോലെയല്ല തിരിച്ചു കൊണ്ടിരുന്നു, മൊത്തയിൽ കറാക്കിയിട്ടാണ് കൊണ്ടുവരല് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അത്ത മുട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ട്, മുട്ട വറുക്കൽ കഴിക്കൽ അതൊക്കെയാണ് ലാസ്റ്റത്തെ പരിപാടി. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ വോയിസ് നിർത്താൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക മറക്കരുത്. എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് അറിയുന്നില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചെയ്യാം ഇതേടാ.